എടി എന്താ ഇതൊക്കെ? എടി നിനക്ക് എന്താ പറ്റി? ഇത് ഒരുപാട് പലഹാരങ്ങളുണ്ടല്ലോ, നിനക്കിത് എന്താ പറ്റി? നീ എവിടേക്കാണ് ഈ ഒരുങ്ങി പുറപ്പെട്ട് നിക്കണത്? നീ എവിടേക്കാ പോണേ? എടി ആബിദ, ടർക്കി എവിടെ? പലഹാരം എല്ലാം കഴിച്ചോ? എല്ലാം എങ്ങനെയുണ്ട് കഴിച്ചിട്ട്? എല്ലാം എങ്ങനെ കഴിക്കാനാ, എല്ലാറ്റിന്നും കുറേശ്ശെ കഴിച്ചു. ഇക്ക എവിടെ ഇരുന്നേ? ഇരിക്കി. ഇതിലേത് പലഹാരത്തിന് ഏറ്റവും കൂടുതൽ രുചി? കാണാൻ പല മോഡല് പലഹാരങ്ങളുണ്ടെന്നുള്ളൂ, രുചിയൊക്കെ ഒന്നില്ല. നിനക്കിത് എന്താ പറ്റിയത്? എല്ലാം ഒരേ രുചി തന്നെയല്ലേ? ഇത് തന്നെ ഞങ്ങള് പെണ്ണുങ്ങള് പല വേഷത്തിലും പല വർണ്ണത്തിലും പല ചന്തത്തിലും ആണെന്നേ ഉള്ളൂ. ഇക്ക ഉദ്ദേശിച്ച ഗുണം ഒന്ന് തന്നെയാ. നീ എന്താ ഉദ്ദേശിച്ചത്? നീ എന്താ നിന്റെ മനസ്സിലിരിപ്പിച്ച തുറന്നു പറയേ. ദേ, അർത്ഥം വെച്ചിട്ടുള്ള സംസാരം എന്താ എനിക്ക് മനസ്സിലാവില്ല എന്നിട്ടാ. ദേ, കൊറേ നാളായി നീ തുടങ്ങിട്ട്. എനിക്ക് ഭ്രാന്തൊന്നുമില്ല, ചില കാര്യങ്ങൾ ഇക്കാനെ ബോധ്യപ്പെടുത്താനുണ്ട്. എന്ത് ബോധ്യപ്പെടുത്താനാടി? മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷ പറയടി. ഞാൻ ഉടുത്തെറിഞ്ഞിട്ട് എങ്ങനെയുണ്ട്? ഭംഗിയുണ്ടോ? തേങ്ങ കൊല. നിനക്ക് എന്താടി തലയ്ക്ക് വട്ടായ? ഞാൻ പല പ്രാവശ്യം പറഞ്ഞു, എന്താണ് കാര്യം പറയേ. എനിക്ക് ഈ വീട്ടിൽ എപ്പോഴും ഉടുത്തെറിഞ്ഞ് നിൽക്കാൻ പറ്റില്ലേക്കാ. എനിക്ക് ഈ വീട്ടിൽ നല്ല പണിയുണ്ട്. ഇക്കാടെ കാര്യങ്ങൾ ഒരു കുറവില്ലാതെ നോക്കണം, കുട്ടികളെ നോക്കണം. ഇതിനിടയ്ക്ക് വീട്ടിൽ ഉടുത്തെറിഞ്ഞ് നിൽക്കാൻ സമയമില്ലേക്കാ. ഇക്ക ദേഷ്യം വരുമ്പോ എപ്പോഴും ചോദിക്കാറില്ല, നിനക്കെന്താ വീട്ടിൽ ഇത്ര പണിയെന്ന്? ഞങ്ങൾ പെണ്ണുങ്ങളെടുക്കുന്ന ജോലിയും സമയം കണക്കാക്കാൻ പറ്റത്തില്ല. ഒരു ദിവസം ആദ്യം എണീക്കുന്നതും അവസാനം കിടക്കുന്നതും ഞങ്ങൾ പെണ്ണുങ്ങളാ. അതിനൊരു പരാതിയില്ല. എന്നിട്ടോ തൊട്ടതിനൊക്കെ കുറ്റം പറിച്ചിലും. ഒരു നല്ല വാക്ക് പോലും പറയില്ല, ഒരു സപ്പോർട്ടും തരില്ല. ഞാൻ എന്ത് ചെയ്തെന്ന് നീ പറയുന്നേ? കാര്യം പറ നീ. അത് ഞാൻ പറയാം. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ക്ഷമയോടെ കേട്ട് ഇക്ക എനിക്ക് നല്ല മറുപടി തരണം. എന്താ കാര്യം? എനിക്ക് അത്യാവശ്യം പഠിപ്പും അറിവും നൽകി തന്നെയാണ് വീട്ടുകാരെന്നെ വളർത്തിയത്. ഞാൻ വിചാരിച്ചാൽ എനിക്ക് ജോലിയൊക്കെ കിട്ടും. അപ്പൊ ചന്തത്തിലാണ് ഇങ്ങൊരുങ്ങി നടക്കാനും പറ്റും. ഞാൻ വീട്ടിൽ ഒതുങ്ങി കൂടി നിൽക്കുന്നത് കുട്ടികളെ കാര്യം ശ്രദ്ധിച്ച് കട കാര്യങ്ങളും നോക്കാൻ വേണ്ടിയിട്ടാണ്. എന്റെ ആഗ്രഹം അത് തന്നെയാണ്. ഇതൊക്കെ എല്ലാ പെണ്ണുങ്ങളും ചെയ്യുന്ന. കുടുംബാവുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും. നിന്റെയും കുട്ടികളുടെയും കാര്യങ്ങൾക്ക് ഒരു കുറവുണ്ടാവരുതെന്ന് കരുതിയ ഞാൻ ഈ കഷ്ടപ്പെടുന്നത്. നിന്നെ ജോലിക്ക് വിട്ട് ജീവിക്കേണ്ട ഗതികേടൊന്നും എനിക്കില്ല. ഇപ്പൊ ഒന്ന് നിവർന്നു നിൽക്കാനായപ്പോൾ എന്നെ കണ്ടുപിടിക്കുന്നില്ല. പത്രാസുള്ള പെണ്ണുങ്ങളെ കണ്ടപ്പോ കണ്ണു മഞ്ഞളിച്ചു അല്ലേ? ഏത് പത്രാസുള്ള പെണ്ണുങ്ങള്? എന്ത് മഞ്ഞളിച്ചു? ദേ, വേണ്ടാത്ത വർത്താനം പറയാൻ നിൽക്കരുത് നീ. ഈ പെണ്ണേതാ? ഇവളുമായിട്ട് എന്താ ഏർപ്പാട്? എടി, കൊച്ച വെക്കണ്ട, എനിക്കിത് മാത്രം അറിഞ്ഞാ മതി. ഞാൻ കുറെ കാലായി തീ തിന്നാൻ തുടങ്ങിയിട്ട്. ഇതാരാ നിനക്ക് അയച്ചു തന്ന്? ഇതാരാന്ന് ചോദിച്ചാ അതിനുള്ള മറുപടി പറഞ്ഞാ മതി. ഓ, ഇതെന്റെ കടയിൽ വരുന്ന സ്ഥിരം വരുന്ന ഒരു കസ്റ്റമറാണ്. അങ്ങനെയുള്ള ഒരു പരിചയം മാത്രമേ എനിക്കുള്ളൂ. അവരായിട്ട് വേറൊരു ബന്ധം എനിക്കില്ല. ദേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഞാൻ എന്റെ ബിസിനസ്സുമായി പൊരുത്തപ്പെട്ടു പോകുമ്പോ പലരോടും നല്ല നിലയിൽ ഇടപെടും. അതെന്റെ ബിസിനസിന്റെ ഭാഗമാണ്. ദേ, ആരെങ്കിലും കുത്തിത്തിരിപ്പുണ്ടാക്കി നിന്റെ മനസ്സിളക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇപ്പൊ നിർത്തിക്കോണം. അല്ലെങ്കിൽ ഞാൻ ആരാണെന്ന് നീ അറിയും. അത് തന്നെ ഞാനും പറഞ്ഞത്. ഇതിന്റെ സത്യം എനിക്കറിയണം, അല്ലെങ്കിൽ ഞാൻ ആരാണെന്ന് എനിക്ക് അറിയൂ. ഫോട്ടോ മാത്രമല്ല, അവളായിട്ട് കിന്നരിച്ച് സംസാരിക്കുന്നതും എന്നെ പറ്റി മോശമായി സംസാരിക്കുന്നതും
ഇതിലുണ്ട്. ഞാൻ പരിഷ്കാരമില്ലാത്തവളല്ലേ, വൃത്തിയില്ലാതെ നടക്കുന്നവളല്ലേ. ഇക്കാടെ ആഗ്രഹങ്ങൾക്കും ആവശ്യങ്ങൾക്കും എനിക്ക് പ്രാപ്തിയില്ല. അവളെ കാണാതിരിക്കാൻ പറ്റുന്നില്ല. എന്തൊക്കെ തോന്നിച്ചാ അവളോട് പറഞ്ഞിരിക്കുന്നേ? എടി അതൊക്കെ ഞാൻ വെറുതെ പറഞ്ഞതാ. ഞാൻ എന്റെ ഫോണിലല്ല വിളിച്ചത്, ഗിരിയുടെ ഫോണിലാ. നീ അവനോട് ചോദിച്ചു നോക്ക്, അവൻ പറയും നിന്നോട് സത്യം. അല്ലെങ്കിൽ നീ ബാബു ചേട്ടനോട് ചോദിച്ചു നോക്ക്. കണ്ണി കണ്ട പെണ്ണുങ്ങളോട് കൊഞ്ചിക്കൊഴയാൻ പോയിട്ട് വീട്ടിൽ വരുമ്പോ തൊട്ടത്തിലേക്ക് എന്നോട് ദേഷ്യം. ഇനി ഞാൻ വീട്ടിൽ ഇതുപോലെ ഒരുങ്ങിയിരുന്നോളാം. വീട്ടിലെ പണിയെല്ലാം എടുത്തിട്ട് കടയിൽ പോയാൽ മതി. നന്ദിയില്ലാത്ത വർഗം. മടുത്തു, മതി. ഉപ്പപ്പ വേഗം വായോ, ഇവിടെ ഉമ്മിയും ഉപ്പിയും കൂടി ഭയങ്കര വഴക്കാ. നീ ഉപ്പാടെ ഫോൺ കൊടുത്തേ? ഫോണൊന്നും കൊടുക്കാൻ പറ്റില്ല. വിളിച്ചൂന്ന് പറഞ്ഞാൽ ഞങ്ങളെ തല്ലും. ഉപ്പപ്പ വേഗം വായോ. ഇതാടി മാമാ, വേഗം വാ. ഇവിടെ ഉമ്മയും ഉപ്പിയും വലിയ വഴക്കാ. ഫോണൊന്നും കൊടുക്കാൻ പറ്റില്ല. നിങ്ങൾ വരാണെങ്കി വാ. ഞാൻ ഇപ്പൊ വേറെ സ്ഥലത്താണുള്ളത്. ഇപ്പൊ ഞാൻ അങ്ങോട്ട് വരാം. ഇപ്പൊ വരാട്ടോ. ജൂൺ 5 പരിസ്ഥിതി ദിനമാണ്. ഈ ദിവസം ഓരോ വീട്ടിലും ഓരോ മരം നടണം. ശുദ്ധമായ വെള്ളവും വായുവും മനുഷ്യരാശിക്ക് അനിവാര്യമാണ്. നമ്മൾ ഭൂമിയിലേക്ക് മടങ്ങാം. ഭൂമി ഉരുണ്ടതാണ്. ഒന്ന് ബോഡി പൊട്ടത്തരം വരാണ്ട്. ഇപ്പൊ ഭൂമിയിലല്ലേ? നിന്റെ ഉപ്പാപ്പാന്റെ തല, ഉപ്പാപ്പാന്റെ തലയല്ല, നിന്റെ തല ഉരുണ്ടത്. നിന്റെ തല ഉരുണ്ടത് ഇതുപോലെ. എന്താ സുബൈറേ പ്രശ്നം? നിങ്ങൾ പരസ്പരം വഴക്കിടാറില്ലല്ലോ. നിങ്ങൾ ആരാ വിളിച്ചത്? നിങ്ങൾ എങ്ങനെയാ ഇതൊക്കെ അറിഞ്ഞത്? അതിപ്പോളേ കുട്ടികൾ കരഞ്ഞു വിളിച്ചു പറഞ്ഞപ്പോ ഞങ്ങളുടെ വന്നാ. അവര് പേടിച്ചിരിക്കുകയാണ്. പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഞങ്ങള് പേടിച്ചിട്ട് അങ്ങോട്ട് എത്തിയതേ. ആബിദ, എന്താ ഇവിടെ ഉണ്ടായത്? പതിവില്ലാണ്ട് എന്റെ മുഖം വല്ലാണ്ട് വാടിയിരിക്കണ്ടല്ലോ. എന്താ പറ്റിയത്? ഇങ്ങനൊരു ഇബിലീസ് പിടിച്ച പിള്ളേര്. ഇവിടെ കുഴപ്പമൊന്നുമില്ല വല്യപ്പ. ചെറിയൊരു പിണക്കം, അത് വലിയ കുഴപ്പമുള്ള കേസൊന്നുമല്ല. എല്ലാ കാര്യങ്ങളും എന്റെ സുഹൃത്ത് ഗിരിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവന്റെ ഫോണിലുണ്ടല്ല. അവനിപ്പോ വരും. ബാബുചേട്ടന് എല്ലാ കാര്യങ്ങളും അറിയാം. ബാബുചേട്ടൻ ഇപ്പൊ വരും. ശരിയാ, പിന്നെ വിളിക്കട്ടെ. ഞാൻ പിന്നെ വിളിക്കാം. ശരി ശരി. ആകെ അലമ്പായില്ലേ സുബേറെ? ഞാൻ അന്നേ പറഞ്ഞില്ലേ ചിലൊരു കുടുംബം കലക്കാനാണെന്ന്. ചില പെണ്ണുങ്ങളെ അവരുദ്ദേശിച്ച കാര്യം നടന്നില്ലെങ്കിലേ എന്തെങ്കിലും കൊണ്ട് നമ്മളെ കെണിപ്പെടുത്തും. ആണുങ്ങളായ നമ്മൾ അതിലൊന്നും പോയി വീഴാൻ പാടില്ല. മനസ്സിലായില്ലേ? എന്താ വലിപ്പ? ആബിദ, സുബൈറിന്റെ ഭാഗത്ത് ഒരു തെറ്റുപോലും ഉണ്ടായിട്ടില്ല. ആ പെണ്ണിന്റെ ഉള്ളിരിപ്പറിയാനേ ഞാൻ നിർബന്ധിച്ചിട്ടാണ് സുബൈർ ഫോൺ ചെയ്തത്. ഇതിലെ മുഴുവൻ കേട്ടാൽ ആബിദ മോളുടെ എല്ലാ തെറ്റിദ്ധാരണകളും മാറും. ഞാനിത് കേൾപ്പിച്ചു തരാം. അതെ, സുബൈർ ആദ്യം പറഞ്ഞത് ഇവിടെ കേക്കണ്ട, അവസാനം പറഞ്ഞത് കേൾപ്പിച്ചാ മതി. ഹലോ, എന്റെ പൊന്നു സഹോദരി, ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ആളല്ല. നിങ്ങളുടെ ഉദ്ദേശത്തിന് എന്നെ കിട്ടുകയില്ല. അപ്പൊ ഇതുവരെ പറഞ്ഞതൊക്കെ ഞാൻ നിങ്ങളുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് അറിയാൻ വേണ്ടി അങ്ങനെ വിളിച്ചതാ. ഞാൻ അറിയാതെ എന്റെ സെൽഫി എടുക്കുക, രാത്രി 12 മണിക്ക് ഫോൺ വിളിക്കുക, എന്താ കാര്യം എന്ന് അറിയാൻ വേണ്ടി ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞതാ. ഇപ്പൊ എനിക്ക് പിടികിട്ടി, എന്നെ അതിന് കിട്ടില്ല. ആണുങ്ങളല്ല ഇങ്ങനെയാണ്, ആശിപ്പിക്കും, പിന്നെ അങ്ങോട്ട് ചതിക്കും. ഞാൻ നിങ്ങളോടൊരു വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ മോശമായി പെരുമാറിയിട്ടില്ലല്ലോ. പിന്നെ ഏതാഗ്രഹത്തിന് താങ്ങും തണലുമായി നിൽക്കുന്ന, ഏറെ സ്നേഹിക്കുന്ന എന്റെ ഭാര്യയെ വഞ്ചിക്കാൻ എന്നെ കിട്ടില്ല. എനിക്ക് എന്റെ ഭാര്യയും മക്കളുമാണ് എല്ലാതും. അത് വിട്ട് ഒരു ഏർപ്പാടിനും എന്നെ കിട്ടില്ല. ഇനി മേലാൽ എന്നെ വിളിക്കരുത്, എന്റെ സ്ഥാപനത്തിൽ വരികയും ചെയ്യരുത്. മനസ്സിലായോ? ഓക്കെ. ആബിദ, ഇപ്പൊ മനസ്സിലെ തെറ്റിദ്ധാരണകളൊക്കെ മാറിയില്ലേ? എന്റെ മനസ്സിൽ തെറ്റിദ്ധാരണ ഒന്നും ഇല്ല. ഓരോ മണ്ടത്തരത്തിൽ ചെന്ന് പെട്ടിട്ട് ഇപ്പൊ മോങ്ങാൻ നിക്കുക. എല്ലാവരും ഇരിക്കട്ടാ, ചായ കുടിച്ചിട്ട് പോകാം. ചായ ഒന്നും വേണ്ട. അയ്യോ, അത് ശരിയാവില്ല. എല്ലാവരും ചായ കുടിച്ചിട്ട് പോയാ മതി. ഇക്ക ഇങ്ങോട്ട് വന്നേ.
പോരെ. എന്തെല്ലാം ഓണോക്ക് ചെറിയുള്ള കാര്യം. ഹാപ്പി ആയില്ല. അൽഹംദുലില്ലാ. ആ എന്താ പറയാ മേച്ചിയെ? ഇവിടെ ആൾക്കാരെ കൂട്ടം കണ്ടപ്പോ കേറിയതാ. അത് ആബിദേരെ വീട്ടുകാരി വന്നതാ. അപ്പൊ ആബിദ എവിടേക്ക് പോയി? അവളവിടെ അവരോട് സംസാരിച്ചോണ്ടിരിക്കുക. ഞാൻ അമ്പലത്തിലേക്ക് പോയതാ. എന്നാ കേറിയിട്ട് പോവാ. അയ്യോ ഇനിയിപ്പോ നേരല്ല. ആയിക്കോട്ടെ. പിന്നെ വരാ. എന്താടി ഇത്? എന്താണ് എന്താ ഇവിടെ നടക്കണത്? എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. കെട്ടിയോനും കെട്ടിയോളും കുട്ടികളൊക്കെ ആവുമ്പോ കുടുംബത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതിന് ആൾക്കാരെ വിളിച്ചു കൂട്ടിയിട്ട് ഇടങ്ങേറുണ്ടാക്കല്ല പണി. അവനെ നിന്റെ കെട്ടിയോനാ. അവൻ നയിച്ച് നിന്നെ നിന്റെ കുട്ടികളെയും കുടുംബം നോക്കുന്നവനാ. നീ വെറുതെ വേഷം കെട്ടി നിൽക്കരുത് കേട്ടോ. ഇല്ലേക്കാ, ഇത് വിഷയൊന്നുമില്ല. അതെല്ലാം കഴിഞ്ഞില്ലേ? നിങ്ങളൊക്കെ നല്ല നിലയിൽ ജീവിച്ചു പോകുന്നത് കണ്ട് മനസ്സമാനത്തോടെ കഴിഞ്ഞു പോണതാ ഞങ്ങള്. വെറുതെ ഇല്ലാത്ത വിഷയങ്ങൾ ഉണ്ടാക്കരുത് കേട്ടോ. സുബൈർ എവിടെ? ഇക്ക മോളിലുണ്ട്, ഇപ്പൊ വരും. ഇക്ക ഇരിക്ക്. മനുഷ്യൻ തിരക്കിന്റെ ഇടയിൽ ഇവിടെ ആകെ കുഴപ്പമെന്നും പറഞ്ഞിട്ട് ഓടിപ്പടഞ്ഞു വന്നതാ. എല്ലാരും ഇങ്ങോട്ട് വരി. അങ്ങോട്ട് പോരെ. നല്ലവിടെ അഡ്ജസ്റ്റ് ഇവിടെ കുത്തിരിക്കാം. അല്ല വെറുതെ ആവശ്യമില്ലാണ്ട് തല്ലൂടാക്ക. അതെന്തായാലും സോൾവ് ആയി. ഈ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ എല്ലാ വീട്ടിലും ഉണ്ടാവും. അത് കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ചിട്ട് മുന്നോട്ട് പോണം. അത് വേണം. അല്ലാതെ ഈ വാശിക്കൊപ്പം തർക്കിക്കാൻ നിന്നാൽ ഒന്നിനും ഒരു പരിഹാരം ഉണ്ടാവില്ല. പടച്ചോ നമുക്ക് ഭൂമിയിൽ ജീവിക്കാൻ കുറച്ച് ദിവസങ്ങളെ തന്നിട്ടുള്ളൂ. അത് പരസ്പരം കലഹിച്ചും പോരടിച്ചും തീർക്കാണ്ട് സന്തോഷത്തോടു കൂടിയിട്ട് ജീവിച്ചു തീർക്കല്ലേ വേണ്ടത്. ഒരു നാള് നമ്മളെല്ലാരും മണ്ണടിഞ്ഞു പോകും. ഈ കടുംപിടുത്തവും വിദ്വേഷവും ഉപേക്ഷിച്ചിട്ട് സഹജീവികളെ സ്നേഹിച്ചും സഹായിച്ചും പോണതല്ലേ നല്ലത്. ആ ഒരു തിരിച്ചറിവ് മനുഷ്യനുണ്ടാവണം. ഒരാളുടെ ജീവിതശൈലി അല്ല മറ്റുള്ളവരുടെ. ഓരോരുത്തർക്കും വെവ്വേറെ പ്രശ്നങ്ങളല്ലേ. ദേ എന്റെ കാര്യം തന്നെ നോക്കിയേ. എന്റെ ആദ്യത്തെ കെട്ടിയോള് ഒരു പാവാ. കന്നാലിരെ പോലെ പണിയെടുക്കും. എന്റെ ഉപ്പാനും ഉമ്മാനും നല്ല പോലെ നോക്കായിരുന്നു. അതെ അവളെ ഓടിപ്പിച്ചു എന്റെ ഉമ്മയും പെങ്ങന്മാരും കൂടിയിട്ട്. സ്ത്രീധനം കിട്ടിയത് പോരാ, കുടുംബ മഹിമ പോരാ എന്നിങ്ങനെ ഓരോന്നും പറഞ്ഞ് അതിനൊരു സ്വൈര്യം കൊടുത്തിട്ടില്ല. അതാണെങ്കിൽ എന്നെ ഇട്ടിട്ടും പോയി. പിന്നെ ഞാൻ എന്തേലും പറഞ്ഞ ഉമ്മ തുടങ്ങും. നിന്നെ ഞാൻ 10 മാസം ചുമന്നില്ലേ, കയ്യും കാലും വളർത്തിയില്ലേ, പായയിലും മടിയിലും പറമ്പിലൊക്കെ തൂറിയത്. ഓ ഇതൊക്കെ പറഞ്ഞ് നെഞ്ഞത്തടിച്ച് നിരോളിക്കാൻ തുടങ്ങും. എന്താ ചെയ്യാ, നമ്മടെ പെറ്റ തള്ളയായി പോയില്ലേ. 10 പേർക്ക് അന്നദാനം കൊടുത്തുകൊണ്ടോ വ്രതമെടുത്ത് ആരാധനാലയത്തിൽ പോയത് കൊണ്ടോ ഒരു പുണ്യം കിട്ടില്ല. മാതാപിതാക്കൾക്ക് ഭക്ഷണം കൊടുത്തും മരുന്നും കൊടുത്തും കൂടെ നിർത്തി പരിരക്ഷിക്കണം. ഇപ്പൊ എനിക്ക് ഒരു കുഴപ്പമില്ല. ഉമ്മയാണെങ്കില ടിവിയുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കും. എന്റെ കെട്ടിയോളാണെങ്കില ഈ മൊബൈലിൽ കുത്തി കുത്തി ചുണ്ണാമ്പ് തേച്ചിരിക്കും. എന്നാലാ ഉമ്മയും മരോളും നേർക്ക് നേരെ കണ്ടാലേ പൂച്ചേനെ എടുത്ത് നായരെ മോന്തിക്ക് വെച്ചാല് മൊരണ്ടോണ്ടിരിക്കും. എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല. പെൺവീട്ടുകാരുടെ കുടുംബമഹിമ ഭർത്താവിന്റെ വീട്ടിൽ പറയാതിരിക്കുക. ഭർത്താവിന്റെ വീട്ടിലെ പോരായ്മകളും കുറ്റങ്ങളും കുറവുകളും ഇഴപിരിച്ച് പരിശോധിച്ച് പുച്ഛിക്കാതിരിക്കുക. വിവാഹിതരായി കഴിഞ്ഞാൽ ഏറ്റക്കുറവുകൾ പരസ്പരം സഹകരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. അത് ശരിയാ. സമ്പത്തും സൗന്ദര്യവും നോക്കി വിവാഹ കച്ചവടം ഉറപ്പിച്ച് പുതുമോടി തീരുന്നതിന് മുമ്പേ വിവാഹമോചനത്തിന് കേസും കൂട്ടാൻ നടക്കും. പൊങ്ങച്ചം കാണിച്ചതും ആർഭാടം കാണിച്ചതും ഒക്കെ വെറുതെ ആയിട്ട് തീരുകയും ചെയ്യും.
10,000-കണക്കിന് വിവാഹമോചന കേസുകളല്ലേ ഈ കുടുംബ കോടതിയിലൊക്കെ കെട്ടിക്കിടക്കണത്. എന്തേ അല്ലേ? അതെ. ഇല്ലേ നീ കാരണാന്നാണ് ഇപ്പൊ പറച്ചില്ലേ. നീ എന്തൊക്കെയോ ഓരോ പുലിവാലുകള് വെളുക്കാൻ ചതച്ചപ്പോ ഉണ്ടായി. നല്ലത് ചെയ്യാൻ ചപ്പോ ഞാൻ കുറ്റക്കാരനായി. ഇതൊരാളും അറിയാതെ അവസാനിപ്പിക്കാൻ എത്രയോ മാർഗങ്ങളുണ്ടായിരുന്നു. ആ പെണ്ണിനോട് കൊഞ്ചു കൊഴഞ്ഞ് സംസാരിക്കലല്ല ശരി. ഞാൻ സുബൈറിന്റെ കുടുംബം കലക്കാൻ ശ്രമിക്കുവോ? കാര്യത്തിന്റെ പോക്ക് ശരിയല്ലെന്ന് തോന്നിയപ്പോ ഞാൻ ആ പെണ്ണിനെ ഭീഷണിപ്പെടുത്തി. അതാ കുഴപ്പമായത്. നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ വാക്കുകളും നല്ലതാണോ ചീത്തയാണോ എന്ന് വിലയിരുത്തുന്നത് മറ്റുള്ളവരാണ്. ഏത് കാര്യവും നമ്മൾ ചെന്ന് ഏർപ്പെടുമ്പോൾ ഒരു വട്ടം ആലോചിക്കണം. ഓടി ചെന്ന് ചേമ്പ് പറിച്ച താളെ കയ്യെ പോരൂ. കടയും വിത്തും കിട്ടണമെങ്കിൽ നമ്മൾ ആട്ടിപ്പറിക്കണം. നമ്മൾ എത്ര നല്ല കാര്യം ചെയ്തിട്ടും കാര്യമൊന്നുമില്ല. ചെയ്യുന്ന കാര്യം നല്ല രീതിയിൽ ചെയ്തില്ലെങ്കിൽ കുടം കമിച്ച് വെള്ളമൊഴിച്ച പോലെയാകും. ഹായ്. ആ നിങ്ങൾ ഇവിടെ നിൽക്കുക. ആ ഫോൺ ആബിദാനെ കേൾപ്പിക്കാനായത് നന്നായി. ഈ ഒരു നിസ്സാര കാര്യം മതി ഒരു കുടുംബം കലങ്ങാൻ. ആ പെണ്ണിനെ സൂചിപ്പിച്ച് സംസാരിച്ച് ശരിയായില്ല. എന്തെങ്കിലും സംഭവിച്ചാൽ ആ സംഭാഷണം ആ പെണ്ണ് പോലീസ് സ്റ്റേഷനിൽ കേൾപ്പിച്ചാൽ എന്തുണ്ടാവുക? പ്രശ്നം ഇവിടെ കൊണ്ട് തീരുവോ? ആ പെണ്ണിന്റെ ഭർത്താവിന് അതിന്റെ സംശയമാണത്രേ. അതിന് ഈ മാർഗം സ്വീകരിക്കുക ഒക്കെ കണക്കാ. സംശയരോഗം തന്നെ ഒരു മാറാവിപത്താണ്. പങ്കാളിയുടെ മാനസികവും ശാരീരികമായ ഘടനകള് അതിനനുസരിച്ച് വേണ്ടേ പങ്കാളിയെ തിരഞ്ഞെടുക്കാൻ? ദാമ്പത്യ അച്ചടക്കത്തെ കുറിച്ച് അറിവില്ലായ്മ. അതെ, നിങ്ങൾ സംസാരിച്ചിരിക്കും, ഞാൻ അങ്ങോട്ടൊന്ന് പോട്ടെ. ആ ശരി. അപ്പൊ എല്ലാ കാര്യത്തിലും ഒരുമിച്ച് അങ്ങോട്ട് ചെയ്യാം അല്ലേ? പിന്നെന്താ എന്നാ എല്ലാവരും വാ ചായ കുടിക്കാം. ചായ കുടിക്കാം. കുടിക്കാം. എന്നാ കുടിക്കാം. തീരുമാനമെടുക്കേണ്ടത് പൊരുത്തക്കേടുകളുണ്ടാകാം. അതെല്ലാം പരസ്പരം മനസ്സിലാക്കി വിട്ടുവീഴ്ചാ മനോഭാവത്തോടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യണം. നന്മ മനസ്സുകളുടെ ചിരകാല സ്വപ്നം പൂത്തുലയട്ടെ. നല്ലൊരു കുടുംബജീവിതം